സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് കേരള ഹിസ്റ്ററി. അതിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ഇൻ കേരള ഡ്യൂറിങ് 19th and 20th century. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും കേരളത്തിലെ ജാതി വിവേചനം, അനാചാരങ്ങൾ, സാമൂഹിക അസമത്വങ്ങൾ എന്നിവ രൂക്ഷമായിട്ടുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് നിരവധി സാമൂഹിക പരിഷ്കർത്താക്കളുടെ നേതൃത്വത്തിൽ വിവിധ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ആധുനിക സാമൂഹിക പരിവർത്തനത്തിൽ ഈ പ്രസ്ഥാനങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട്. പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഏതാണെന്നും അവരുടെ നേതാക്കൾ ആരാണെന്ന് നോക്കാം. ഫസ്റ്റ്, ശ്രീനാരായണ പ്രസ്ഥാനം. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു ശ്രീനാരായണ പ്രസ്ഥാനം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന ആശയം പ്രചരിപ്പിച്ചു. ജാതി വ്യവസ്ഥയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായിട്ട് പോരാടി. അരുവിപ്പുറം പ്രതിഷ്ഠ, ക്ഷേത്രപ്രവേശനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപനം എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. ഈഴവ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മറ്റൊന്ന് അയ്യങ്കാളി പ്രസ്ഥാനമാണ്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ദലിത് വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ടു. അതുപോലെ തന്നെ കല്ലുമാല സമരം, വില്ലുവണ്ടി സമരം എന്നിവ നടത്തി വിദ്യാഭ്യാസത്തിനും തൊഴിലിനും ഊന്നൽ നൽകി. ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് വാദിച്ചു. ഇനി വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. യുക്തിവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടി. വിദ്യാഭ്യാസത്തിനും സാമൂഹിക പരിഷ്കരണത്തിനും പ്രാധാന്യം നൽകി. ഇനി സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പറയുമ്പോൾ മിശ്രഭോജനം, അതായത് പന്തി ഭോജനം സംഘടിപ്പിച്ചു. ജാതി വിവേചനത്തിനെ ശക്തമായിട്ട് പ്രതികരിച്ചു. യുക്തിവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് അദ്ദേഹം ഊന്നൽ നൽകി. ഇനി VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ നമ്പൂതിരി സമുദായത്തിലെ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു. അനാചാരങ്ങൾക്കെതിരെയും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും പോരാടി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നാടകമാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി അദ്ദേഹം രചിച്ചതാണ് ഈ ഒരു നാടകം. ഇനി മറ്റ് പ്രസ്ഥാനങ്ങളും നേതാക്കളും ആരൊക്കെയാണ്? ചാവറയച്ചൻ വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം സംഭാവനകൾ നൽകി. കുര്യാക്കോസ് എലിയാസ് ചാവറ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അങ്ങനെയാണ്. പൊയ്കെ യോഹന്നാൻ ദളിത് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമുദായത്തിലെ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി പോരാടിയ വ്യക്തിയായിരുന്നു. ഇവരുടെ എല്ലാം പ്രധാന നേട്ടങ്ങളാണ് ജാതി വിവേചനം ഇല്ലാതാക്കാൻ സഹായിച്ചു, അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി, ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു, കേരളത്തിൻ്റെ സാമൂഹിക ഘടനയിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇതിൻ്റെ പരിമിതികളെന്ന് പറഞ്ഞാൽ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞില്ല. ചില പ്രസ്ഥാനങ്ങൾ ഒരു പ്രത്യേക സമുദായത്തിൽ മാത്രം ഒതുങ്ങി നിന്നു. സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിക്കാൻ വേണ്ടത്ര ശ്രദ്ധ നൽകി. ഇവയൊക്കെ ഇതിൻ്റെ പരിമിതികളാണ്. എങ്കിലും കേരളത്തിൻ്റെ ആധുനിക സാമൂഹിക പരിവർത്തനത്തിൽ ഈ പ്രസ്ഥാനങ്ങൾ വലിയ സ്വാധീനം ചെലുത്തി. കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിക്ക് അടിത്തറ പാകിയത് ഈ പ്രസ്ഥാനങ്ങളായിരുന്നു. ഡിസ്ക്രൈബ് ബ്രീഫ്ലി ദ ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ മലബാർ. മലബാറിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മലബാറിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിന് ദീർഘവും സംഭവബഹുലമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായി നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും മലബാറിൽ അരങ്ങേറി. പ്രധാന സംഭവങ്ങൾ ഏതൊക്കെയാണ്? ആദ്യകാല ചെറുത്തുനിൽപ്പ് എന്ന് പറയുമ്പോൾ പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ 1793 മുതൽ 1805 വരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടക്കുന്നുണ്ട്. ബ്രിട്ടീഷ് നികുതി നയങ്ങൾക്കും ഭൂമി പ്രശ്നങ്ങൾക്കുമെതിരെ കർഷക കലാപങ്ങൾ നടന്നിട്ടുണ്ട്. മാപ്പിള കലാപങ്ങൾ 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പ്രധാന പ്രക്ഷോഭങ്ങളായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ മലബാറിൽ വ്യാപിച്ചു. സ്വദേശി പ്രസ്ഥാനം മലബാറിൽ ശക്തമായ പിന്തുണ നേടി. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ വലിയ സ്വാധീനം ചെലുത്തി. 1920 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിലാണിത്. മലബാർ കലാപം 1921 നടന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഈ മലബാർ കലാപം എന്ന് പറഞ്ഞാൽ. ഗാന്ധിയൻ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം, നിസ്സഹകരണ പ്രസ്ഥാനം മലബാറിൽ വ്യാപകമായിട്ടുള്ള പിന്തുണ നേടിയിട്ടുണ്ട്. അതുപോലെ വൈക്കം സത്യാഗ്രഹം ജാതി വിവേചനത്തിനായ പ്രധാനപ്പെട്ട സമരമായിരുന്നു. ഇത് 1924-25 കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. ഉപ്പ് സത്യാഗ്രഹം മലബാറിലെ ശക്തമായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റമായിരുന്നു. അത് 1930 നടന്നു. ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശനത്തിനായിട്ട് നടന്ന സമരമായിരുന്നു. 1931-32 കാലഘട്ടത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് നോക്കുമ്പോൾ 1942 ക്വിറ്റ് ഇന്ത്യ സമരം മലബാറിലെ ശക്തമായ ജനകീയ മുന്നേറ്റമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. കീഴരിയൂർ ബോംബ് കേസ് ഈ കാലഘട്ടത്തിലെ പ്രധാന സംഭവമായിരുന്നു.
ഇനി സ്വാതന്ത്ര്യാനന്തര മലബാറിനെ കുറിച്ച് പറയുമ്പോൾ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. മലബാർ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായി തുടർന്നു. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചതോടുകൂടി മലബാർ കേരളം എന്നുള്ള അതിൻ്റെ അണ്ടറിലേക്ക് വന്നു. ഇനി പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? പഴശ്ശിരാജ, കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, എ.വി. കുട്ടിമാളുവമ്മ, എം.കെ. ഗോപാലൻ, ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. ഇവരുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ ജനകീയ മുന്നേറ്റങ്ങൾ നടത്തി, ജാതി വിവേചനത്തിനെതിരെയും സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയും പോരാടി, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ മലബാറിൽ പ്രചരിപ്പിച്ചു, കേരളത്തിന്റെ രാഷ്ട്രീയ അവകാശ ബോധം വളർത്തി. ഇതൊക്കെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങളായിരുന്നു. അപ്പോൾ മലബാറിലെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമാണ് വഹിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി 2 മാർക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്